10 കന്യകമാരുടെ ഉപമയിലൂടെയാണ് പ്രധാനമായും ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധാപൂർവം തിരുവചനത്തിന് മുൻപിലായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമ്മൾ ആദ്യം ധ്യാനിക്കുകയാണ്. അതിൽ 1-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 25:1 സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമാണ്. സ്വർഗരാജ്യം വെളുക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, മണവാളൻ. നമ്മുടെ ആത്മമണവാളൻ ആരാണ്? നമ്മുടെ കർത്താവാണ്. ഈശോയാണ് നമ്മുടെ മണവാളൻ. സഭ കർത്താവിന്റെ മണവാട്ടിയാണ്. സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. നമ്മൾ ഓരോരുത്തരുമാണ് സഭ. നമ്മൾ കർത്താവിന്റെ മണവാട്ടിമാരാണ്. ആരെല്ലാം കർത്താവിൽ വിശ്വസിക്കുന്നുവോ, ആരെല്ലാം ഈശോയെ സ്നേഹിക്കുന്നുവോ, കർത്താവിനോട് ഐക്യപ്പെട്ട് അവനിൽ ആരെല്ലാം ജീവിക്കുന്നുവോ, അവരെല്ലാം അവന്റെ മണവാട്ടിമാരാണ്, അവന്റെ സഭയിൽ അംഗങ്ങളാണ്. യെശയ്യാ പ്രവചനം 62:5 ദൈവത്തിന്റെ വചനം പറയുന്നു. യെശയ്യാ പ്രവചനം 62:5 എന്താ വചനം പഠിപ്പിക്കുന്നത്? യുവാവ് കന്യക എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടി എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ കർത്താവ് നിന്നിൽ സന്തോഷിക്കും. നമ്മുടെ മണവാളനാണ് നമ്മുടെ കർത്താവായ യേശു. അവനാണ് നമ്മുടെ മണവാളൻ, അവനാണ് നമ്മുടെ സംരക്ഷകൻ, അവനാണ് നമ്മുടെ പരിപാലകൻ, അവനാണ് നമ്മുടെ കാന്തൻ. വീണ്ടും വെളിപാട് പുസ്തകം 21:2 വചനം പഠിപ്പിക്കുന്നു. ദ ബുക്ക് ഓഫ് റെവലേഷൻ 21:2 വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ കണ്ടു. ഭർത്താവിനായി, മണവാളനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ. ഇത് കർത്താവിന്റെ സഭയാണ്. ഈ പുതിയ ജെറുസലേം താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തന്റെ സഭയാണ്. നമ്മൾ ഓരോരുത്തരുമാണ്. ഒത്തിരിയേറെ വചനങ്ങൾ നമുക്ക് പരിശുദ്ധ ബൈബിളിൽ കാണാൻ പറ്റും. ഒന്ന് മണവാളൻ, രണ്ടാമത് ആരാണ്? രണ്ടാമത് 10 കന്യകാമാര്. 10 കന്യകാമാര് എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകാമാർക്ക് സദൃശ്യം. ആരാണ് ഈ 10 കന്യകാമാരെ? കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്നവരെ, കർത്താവിനാൽ വിളിക്കപ്പെട്ട ജീവിതങ്ങളാണ്. കർത്താവിനായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ, ഈ ലോകത്തിൽ നിന്ന് കർത്താവ് വിളിച്ച് തെരഞ്ഞെടുത്ത തന്റെ ജീവിതങ്ങളാണ് ഈ 10 കന്യകമാരെന്ന്. അവർ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്, അവർ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, കർത്താവിനെ പിൻപറ്റുന്നവരാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കും. ദൈവത്തിന്റെ തിരുവചനം ഇതിനുള്ള ബന്ധത്തിൽ ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 10 കന്യകമാരെ കുറിച്ച് എന്താണ് വചനം പറയുന്നത്? വചനം പറയുന്നുണ്ട്, യെശയ്യാ പ്രവചനം 62:5 നമ്മൾ കണ്ടു. മണവാളൻ മണവാട്ടി എന്ന പോലെ കർത്താവ് വിളിച്ച് തെരഞ്ഞെടുത്തവര്, അവരാണ് കർത്താവിന്റെ മണവാട്ടി, അതാണ് കർത്താവിന്റെ സഭ. വീണ്ടും ഹോസിയ പ്രവചനം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. ഹോസിയ പ്രവചനം 2:10 ഈ 10 കന്യകമാർ ആരാണ്? അത് കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നവരാണ്, അവനായി ജീവിതം സമർപ്പിച്ചവരാണ്, അവന്റെ വചനത്തിൽ ജീവിക്കുന്നവരാണ്, അവന്റെ ആത്മാവിനെ അനുഭവിക്കുന്നവരാണ്. ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു, എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും. കർത്താവ് പറയാ, ഒരു മണവാട്ടിയെ പോലെ ഞാൻ നിന്നെ പരിഗ്രഹിക്കും. നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും. എത്ര ശ്രേഷ്ഠമായ വചനം! വീണ്ടും ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നു. 2 കൊരിന്തോസ് 11:2 പറയാം, എനിക്ക് നിങ്ങളോട് ദൈവീകമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിനെന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിനെ സമർപ്പിക്കേണ്ടതിനായി ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി.
കർത്താവും സഭയും തമ്മിലുള്ള വിട്ടുപിരിയാത്ത ബന്ധമാണ് പൗലോസ്ലീഹ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ സഭ നമ്മൾ ഓരോരുത്തരുമാണ്. അവനെ സ്നേഹിക്കുന്നവരെ, അവനിൽ വിശ്വസിക്കുന്നവരുടെ, അവൻ തെരഞ്ഞെടുത്തവരുടെ കൂട്ടായ്മയാണ് സഭ. സഭ. മൂന്നാമത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് വിളക്കാണ്. ലാമ്പ്. ഈ 10 കന്യകാമാരുടെ കൈകളിൽ എന്തുണ്ടായിരുന്നു? വിളക്കുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്തുണ്ടായിരുന്നു? സ്വർഗരാജ്യം വിളക്കുമെടുത്ത് കണ്ടു. വിളക്കുണ്ടായി. എന്താണ് ഈ വിളക്ക് എന്ന് പറയുന്നത്? അത് അവരുടെ ജീവിത സാക്ഷ്യമാണ്. ഫെയ്ത്ത് വിറ്റ്നസിംഗ്, വിശ്വാസത്തിന്റെ സാക്ഷ്യം. അവർക്കൊരു ജീവിത സാക്ഷ്യമുണ്ടായിരുന്നു. അവരുടെ ജീവിതം കർത്താവിനോട് ഐക്യപ്പെട്ട ജീവിതമായിരുന്നു. അവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു. അവർക്കൊരു കൃത്യമായ വിശ്വാസത്തിന്റെ വിറ്റ്നസിംഗ്, വിശ്വാസത്തിന്റെ സാക്ഷ്യമുണ്ടായിരുന്നു. ഈശോ പറഞ്ഞില്ലേ, നിങ്ങളുടെ സാക്ഷ്യം മറ്റുള്ളവർ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. എല്ലാവർക്കും കാണുമാറ് നിങ്ങളെ സാക്ഷ്യം. അതാണ് വിളക്കിന്റെ പ്രത്യേകത. പത്രോസ്ലീഹ പറയുന്നുണ്ട്, ഈ വിളക്കിന്റെ പ്രത്യേകത എന്താ? ഇരുട്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് പ്രവചന വചനങ്ങൾ, പ്രൊഫറ്റിക് വേർഡ്സ്. തന്റെ സഭയ്ക്ക് അത് ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവിന് അറിയാം. തന്റെ കുടുംബങ്ങൾക്ക് ഈ പ്രവചന വചനങ്ങൾ ആവശ്യമാണെന്ന് ആത്മാവിനറിയാം. താൻ വിളിച്ച, താൻ തെരഞ്ഞെടുത്ത ഓരോ ജീവിതത്തിനും ഈ പ്രവചന വചനങ്ങൾ ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവിനറിയാം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇരുട്ടിലായി പോകും, അന്ധകാരത്തിലായി പോകും. ഇന്ന് അനേകം കുടുംബങ്ങൾ അന്ധകാരത്തിലാണ്. ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പല ജീവിതങ്ങളും ഇരുളിന്റെ പിടിയിലാണ്. അവർക്ക് ജീവിതത്തിൽ ആത്മാവിന്റെ ആനന്ദമില്ല, ദൈവവചനത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. കർത്താവിന്റെ കൂടെയുള്ള ജീവിതത്തിന്റെ ത്രിൽ, അതിന്റെ ആ വൈബ്രൻസി അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ സഹോദരങ്ങളെ, നമ്മൾ ഇരുട്ടിലാണ്. പ്രവചന വചനങ്ങളാണ് ഇരുട്ട് മാറ്റി പ്രകാശം വരുത്തുന്നത്. ഇരുളിൽ പ്രകാശിക്കുന്ന ദീപമാണ് പ്രവചന വചനം. സഹോദരങ്ങളെ, ഈ വിളക്കെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ്, നമ്മുടെ ഫെയ്ത്ത് വിറ്റ്നസിംഗ് ആണ്. യെസ്. നാലാമത് നമ്മൾ കാണുന്നത് ഓയിൽ, ആ എണ്ണയാണ്. എന്താണ് എണ്ണ എന്ന് പറയുന്നത്? ഈ വിളക്കുകളെല്ലാം പ്രകാശിക്കുന്നത് എണ്ണയിലൂടെ. എണ്ണ എന്ന് പറയുന്നത് കർത്താവുമായിട്ട് നമ്മുടെ ബന്ധം, നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ മോസ്റ്റ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, കർത്താവുമായിട്ടുള്ള നമ്മുടെ വിട്ടുപിരിയാത്ത ബന്ധം. ഈ ബന്ധമുള്ള വിളക്കുകൾ മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. ഇപ്രകാരം ബന്ധമുള്ള വിളക്കുകൾ മാത്രമേ കത്തി ജ്വലിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് കണഞ്ഞു പോകും. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ, ക്ലേശങ്ങൾ വരുമ്പോൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ ഈ വിളക്കുകൾ അണഞ്ഞു പോകുന്നെങ്കിൽ അതിന്റെ കാരണം നിനക്ക് അത്രേ കർത്താവുമായിട്ടുള്ള ബന്ധമുള്ളൂ. കർത്താവ് എന്ന് പറയുന്നത് ഒരു കഥയാണോ ഒരു സ്റ്റോറിയാണോ സഹോദരങ്ങളെ? ജീസസ്, യേശു ഒരു ഉപമയല്ല. യേശു വെറും ഒരു ആശയമല്ല. നമ്മുടെ കർത്താവ് വെറും ഒരു ഫിലോസഫി അല്ല. ഇറ്റ്സ് എ ലിവിംഗ് ഗോഡ്, ഇറ്റ്സ് എ ലിവിംഗ് റിയാലിറ്റി. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ഹല്ലേലൂയ. ഈ ഒരു ബന്ധം നമുക്കുണ്ടാകണം. ഓയിൽ ഈ ബന്ധമാണ്. ഈ ബന്ധത്തിലാണ് നിരന്തരമായി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവഹിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ വിവിധ കൃപകൾ, ഡിഫറന്റ് ആയ കൃപകൾ, കൃപാവര സമൃദ്ധി. യെസ്, കൃപാവര സമൃദ്ധി. ഈ കൃപാവര സമൃദ്ധിയാണ് ഈ വിളക്കിനെ കത്തിക്കുന്നത്. എണ്ണയില്ലെങ്കിൽ പ്രകാശമില്ല, വിളക്ക് കെട്ടുപോകും. വിളക്ക് കെടാതിരിക്കണമെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിരന്തരം നമ്മൾ വളരണം. അപ്രകാരമുള്ള ജീവിതത്തിലേക്ക് മാത്രമാണ് ആത്മാവിന്റെ പ്രവാഹം, കൃപയുടെ പ്രവാഹം, അഭിഷേകത്തിന് പ്രവാഹം ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു ഒഴുക്ക് നിലച്ചാൽ നമ്മുടെ വിളക്ക് കെട്ടുപോകും. ഇത് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. വീണ്ടും ചമത്താട് സുവിശേഷം 25:2 നിങ്ങൾ വരിക. രണ്ടാമത്തെ വചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? അവരിൽ 5 പേർ എങ്ങനെയുള്ളവരായിരുന്നു? വിവേകശൂന്യരും. അവരിൽ 5 പേരെ കണ്ടു,
വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. 5 പേര് വിവേകവതികൾ, വിവേകമുള്ളവർ, വളരെ വിവേകമുള്ളവരാണ്. ആരാണ് വിവേകശൂന്യര്? അവര് കന്യകാമാരാണ്. എന്താണ് ഈ 10 പേരുടെ പ്രത്യേകത? നിങ്ങൾ ആ വചനം ഒന്ന് എടുത്ത് ശരിക്കും ധ്യാനിച്ച് നോക്കിയ, ഈ 10 പേരും കന്യകാമാരാണ്. അവർ വെർജിനിറ്റി സൂക്ഷിച്ചവരാണ്. അവർക്ക് വിവാഹ വസ്ത്രമുണ്ട്. തങ്ങളുടെ മണവാളനെ വരവേൽക്കുവാനായി ഈ 10 കന്യകാമാരും, അതെ, വൈസ് വെർജിൻസും ഫൂളിഷ് വെർജിൻസും, ഈ 10 പേരും വിവാഹ വസ്ത്രം ധരിച്ചിരുന്നു. അവരുടെ ഈ 10 പേരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു. ഈ 10 പേരും ശുദ്ധി വരുത്തി, കുളിച്ച് ശുദ്ധി വരുത്തിയവരായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഈ 10 പേരും ഒരുപോലെ ഇരിക്കുന്നത് കാണും, ഒരുപോലെയാണ് കാണാൻ പറ്റുന്നത്. എന്നാൽ അവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയത് മണവാളന്റെ വരവിലാണ്. മണവാളന്റെ വരവിലാണ് ആരാണ് വിവേകമുള്ള കന്യകാമാര്, ആരാണ് വിവേകശൂന്യരായ കന്യകാമാരെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് മണവാളന്റെ വരവിലാണ്. സഹോദരങ്ങൾ, ഇതുപോലെ നമ്മുടെ കർത്താവ് മഹത്വത്തോടെ വീണ്ടും വരുന്ന സമയത്താണ് കർത്താവിനുള്ളവരും അവൻ ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായി തിരിച്ചറിയും. ഓ, ഇത്ര ശക്തമാണ് ദൈവത്തിന്റെ വചനം. മലാക്കി പുസ്തകം 3-ാം അധ്യായം 19-ാം വചനത്തിൽ 18-19 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് മലാക്കിയുടെ, അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച്, വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടെ തിരിച്ചറിയും. നിങ്ങൾ ഒരിക്കൽ കൂടെ എപ്പോഴാ? കർത്താവിന്റെ 2-ാം വരവിൽ മണവാളൻ എഴുന്നള്ളുമ്പോൾ ഇതെല്ലാം മനസ്സിലാകും. ഇല്ലെങ്കിൽ ഒരുപോലെ നമുക്ക് തോന്നും. ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇടകലർന്ന് നിൽക്കുകയാണ്. 10 കന്യകമാർ ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ നമ്മൾ കാണും. ഒരുപോലെ ഈ വിവേകമുള്ള കന്യകമാരെ അവർ ഒരുക്കമുള്ളവരാണ്. അവർ കർത്താവിൽ ജീവിച്ചവരാണ്, ദൈവവചനത്തിൽ ജീവിച്ചവരാണ്. അവർക്ക് നിരന്തരമായ ബന്ധമുണ്ടായിരുന്നു തങ്ങളുടെ മണവാളനോട്. അതുകൊണ്ട് അവരുടെ വിളക്കിലേക്ക്, വിശ്വാസ സാക്ഷ്യത്തിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് നിരന്തരമായ പരിശുദ്ധാത്മാവിന്റെ ആ പ്രവാഹം, കൃപാവരങ്ങളുടെ ആ ഒരു നിറഞ്ഞൊഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിളക്കുകൾ അണഞ്ഞു പോയില്ല. ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. വിവേകശൂന്യകള് അവരാരാണ് സഹോദരങ്ങളെ? കർത്താവ് വിളിച്ച് തെരഞ്ഞെടുത്ത, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പലരും വെറും ബാഹ്യമായി അനുഷ്ഠാനങ്ങളിലും, അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളെ ബാഹ്യമായ കാര്യങ്ങളിൽ ആത്മീയത ഒതുക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങള് ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. പൗലോസ് പറയുന്നില്ലേ, അവർ ഭക്തിയുടെ ബാഹ്യരൂപം അണിഞ്ഞ് അതിൻ്റെ റിയൽ സ്പിരിറ്റിനെ, അതിൻ്റെ യഥാർത്ഥ ആത്മാവിനെ നിഷേധിക്കുന്നു, അവർ തള്ളിക്കളയുന്നു. റിയൽ സ്പിരിറ്റ് ഇല്ല, പക്ഷെ ബാഹ്യമായ ഒരുപാട് മോടികളും ആർഭാടങ്ങളും ആഘോഷങ്ങളും ഭക്താനുഷ്ഠാനങ്ങളും, പക്ഷെ അതിൽ യഥാർത്ഥ സ്പിരിറ്റ് നഷ്ടപ്പെട്ടു പോകും. യഥാർത്ഥമായ ആത്മാവിന്റെ ചൈതന്യമില്ലാത്ത കുറെ ആചാരങ്ങൾ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഈ വിവേകശൂന്യരായ കന്യകമാർ ആരാണ്? മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വചനത്തിൽ നമുക്ക് അവരെ കാണാം. ആരാണ് അവര്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിലല്ല. കർത്താവ് പറയാ, നമ്മുടെ ഹൃദയം കർത്താവിലാണോ? നമ്മുടെ ഹൃദയം കർത്താവിലാണോ? അതോ നമ്മുടെ ഹൃദയം ലോകത്തിന്റെ മോഹങ്ങളിലെ, ജഡീകതകളിലെ, ഭോഗേച്ഛകളിലെ, സെക്സിലെ, മദ്യത്തിലെ, ഈ ലോകത്തിന്റെ നശ്വരമായ സുഖഭോഗങ്ങളിലാണോ? എൻ്റെ സഹോദര സഹോദരി, എന്റെയും നിന്റെയും ഹൃദയം ഇന്ന് എവിടെയാണ്? കർത്താവായ യേശുവിലാണോ? അവന്റെ പരിശുദ്ധമായ വചനത്തിലാണോ നമ്മുടെ ഹൃദയം? പരിശോധിക്കണം. ഈ വചനം പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് ചിന്തിക്കണം സഹോദരൻ. എൻ്റെ ഹൃദയം ഇന്ന് കർത്താവിലാണോ?
ഹൃദയം കർത്താവിലല്ലാതെ കർത്താവിനെ കുറിച്ച് പറയുന്നു, കർത്താവിന്റെ നാമം വിളിക്കുന്നു, കർത്താവിനെ പ്രഘോഷിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ എൻ്റെ ഹൃദയം കർത്താവിൽ അല്ലെങ്കിൽ ഞാൻ വിവേകശൂന്യമായ ആ കന്യകാമാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു പോകുന്നവനാ. ഫൂളിഷ് വെർജിൻസ്, വിവേകമില്ലാത്ത കന്യകാമാരുടെ ഇടയിൽ എണ്ണപ്പെടുന്നവനാ ഞാൻ അധരം കൊണ്ട് യേശു 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 എന്ന് പറയുന്നു, ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ഞാൻ പാടുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിൽ അല്ലെങ്കിൽ ഞാൻ ഫൂളിഷായ, വിഡ്ഢിയായ, വിവേകമില്ലാത്ത, ബോഷനായ ഒരു വിശ്വാസിയായിട്ട് മാറും. കർത്താവ് വീണ്ടും വരുമ്പോൾ അപ്രകാരമുള്ള വിശ്വാസികൾ, ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, അവനോടുകൂടെ മണവറയിലേക്ക് പ്രവേശിക്കാൻ അപ്രകാരമുള്ള ആർക്കും സാധിക്കില്ല. നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-23 വചനങ്ങൾ നമുക്ക് വായിക്കാം. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ കർത്താവ് അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവീൻ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, ഇതെന്തൊരു കഠിനമായ വാക്കുകളാണ്, ഇതെന്തൊരു കഠിനമായ വചനമാണ്. സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ എന്താണ് ആത്മാവ് പറയുന്നത്? കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പഠിപ്പിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, ഞങ്ങൾ വചനം പ്രസംഗിച്ചു. കർത്താവ് പറയാ, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. നമ്മളെ ഒരു വിശുദ്ധമായ ഭയത്തിലേക്ക് നയിക്കേണ്ട ചിന്തയാണിത്. മാനുഷികമായ ഭയമല്ല, നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്ന ഒരു ഹോളി ഫിയർ, ദൈവ ഭയം. അത് പരിശുദ്ധാത്മാവാണ് തരുന്നത്. ഒരിക്കലും അറിഞ്ഞിട്ടില്ല. നമ്മൾ പ്രസംഗിച്ചതും പാടിയതും പ്രാർത്ഥിച്ചതും കർത്താവായ യേശുവിന്റെ നാമത്തിലാ. ഈശോ പറയാ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുകയും. അവരാരാണ്? വിവേകശൂന്യരായ കന്യകാമാരാണ്. ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വിവേകവതികളായ കന്യകാമാരുടെ കൂട്ടത്തിലാണോ? വിവേകശൂന്യരായ കന്യകാമാരുടെ കൂട്ടത്തിലാണോ നമ്മൾ ഉൾപ്പെടുന്നതെന്ന് നിന്നോട് തന്നെ ചോദിക്കുക. കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെ ആത്മാർത്ഥമായി പരിശോധിക്കണം. എൻ്റെ ഹൃദയം കർത്താവിലാണോ? ഞാൻ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു യഥാർത്ഥ ബിലീവർ, ഒരു യഥാർത്ഥ വിശ്വാസിയാണോ പരിശോധിക്കണം. 4-ാമത്തെ വചനം വായിക്കും. മത്തായിയുടെ സുവിശേഷം 25:4 ഉച്ചത്തിൽ ഒരുമിച്ച് വായിച്ച്. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. എണ്ണ എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. അവർ ആ ബന്ധത്തിൽ നിരന്തരം വളരുന്നവരാണ്. ഏതെങ്കിലും ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടിയുള്ള ബന്ധമല്ല. ഭൗതികമായൊരു നന്മ കിട്ടാൻ, ഭൗതികമായൊരു വളർച്ച കിട്ടാൻ, ഈ ലോകത്തിൽ ഒരു ഉന്നതി കിട്ടാൻ, സ്ഥാനമാനം കിട്ടാൻ, അല്ലെങ്കിൽ നശ്വരമായ ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബന്ധമായിരുന്നില്ല അവർക്ക് തങ്ങളുടെ മണവാളനോടുണ്ടായിരുന്നത്. നിസ്വാർത്ഥമായ ബന്ധം, നിരന്തരമായ ബന്ധം. എപ്പോഴും ആ ബന്ധത്തിൽ അവർ ജീവിച്ചു. അതാണ് ഈ എണ്ണ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നവരാണോ? അവൻ്റെ വചനം വായിക്കുന്നവരാണോ? ആ നിയോഗം കിട്ടാൻ, ഈ ആവശ്യം കിട്ടാൻ, ഈ കാര്യം നടന്നു കിട്ടാൻ, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അത് എനിക്ക് നേടുവാൻ, എനിക്കതൊക്കെ സ്വന്തമാക്കുവാൻ വേണ്ടി മാത്രമാണോ ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതും വചനം പറയുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതും? വെറും ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയാണ്. അവര് വിവേകശൂന്യം. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരൻ. നിരന്തരമായൊരു ബന്ധം, നമുക്ക് വേണ്ട ആവശ്യങ്ങൾ കർത്താവിന് അറിയാം. ഈശോ പറഞ്ഞില്ലേ, മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക,
അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിന്റെ ഈ വചന വാഗ്ദാനത്തിൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ആമേൻ. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം എന്ത്? ഈ മറ്റുള്ളവ നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ആവശ്യമുള്ള സമ്പത്ത്, നമുക്ക് ആവശ്യമുള്ള ആരോഗ്യം, നമുക്ക് ആവശ്യം വേണ്ട നന്മകൾ, അനുഗ്രഹങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ, ഭൗതികമായ ഉന്നതികൾ, ഇതെല്ലാം കർത്താവ് തരും. എപ്പോഴാ? ഈ ബന്ധത്തിൽ നമ്മൾ നിരന്തരം വളരുമ്പോൾ. ഇവിടുത്തെ രാജ്യനീതിയും നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കണം. 5-ാം വചനത്തിലോട്ട് വരിക. മത്തായിയുടെ സുവിശേഷം 25:5. ജാഗ്രതയുള്ളവരാകണം. ഈ 10 പേർക്ക് ഒരുപോലെ അവസരം കിട്ടിയതാണ്, ഒരുപോലെ അവസരം കിട്ടിയവരാ. എന്നാൽ വിവേകവതികളായ കന്യകമാർ അവർക്ക് ലഭിച്ച അവസരങ്ങളെ പൂർണ്ണമായും അവർ ജാഗ്രതയോടെ പ്രയോജനപ്പെടുത്തി. അവർ വളരെ ജാഗരൂകരായിരുന്നു. വിവേകത്തോടെ അവരത് ഉപയോഗിച്ചപ്പോൾ മണവാളനോടുകൂടെ മണവറയിൽ പ്രവേശിച്ച് വിവാഹ വിരുന്ന് അനുഭവിക്കുവാൻ ആ കന്യകമാർക്ക് കൃപ ലഭിച്ചു. സഹോദരങ്ങളെ, 5-ാമത്തെ വചനം പറയാ 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. മണവാളൻ വരാൻ വൈകി, ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. ഞാൻ ഈ വചനം വായിച്ച്, ദൈവമേ, എന്തുമാത്രം ആത്മീയ അർത്ഥങ്ങളാണ് ഈ വചനത്തിലെല്ലാം പരിശുദ്ധാത്മ തന്നിരിക്കുന്നത്. മണവാളൻ വരാൻ വൈകി. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒലിവുമലയിൽ തൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ചായിരിക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതായി ശിഷ്യന്മാർ കണ്ടു. ആ 2 മാലാഖമാര് വന്ന് പറഞ്ഞു, അല്ലയോ ഗലീലയരെ, നിങ്ങൾ എന്തിനാണ് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനായ ഈശോ നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. നമ്മുടെ കർത്താവ് മടങ്ങി വരും. അവനൊരു മടങ്ങി വരവുണ്ട്, പ്രത്യാഗമനമുണ്ട്, സെക്കൻഡ് കമ്മിങ്. കർത്താവ് രണ്ടാമതും വരുന്നു. പക്ഷേ വരാൻ വൈകിക്കൊണ്ടിരിക്കുന്നു. 2000 വർഷമായില്ല ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ കർത്താവ് വന്നിട്ടില്ല. വരാൻ വൈകുന്നത് കൊണ്ട് വരാതിരിക്കില്ല സഹോദരങ്ങളെ. മണവാളൻ വരാൻ വൈകുന്നതിന്റെ പുറകിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മണവാളൻ വരാൻ വൈകുന്നത് കൊണ്ട് വരാതിരിക്കുന്നില്ല, വൈകുന്നുണ്ട്. അതിന് കാരണം എല്ലാ ജനതകളോടും ഇനിയും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടില്ല, ഇനിയും എണ്ണം തികഞ്ഞിട്ടില്ല. ഒരുപാട് ആത്മാക്കൾ ഇനിയും കർത്താവിന്റെ രക്ഷ സ്വീകരിക്കാനുണ്ട്. വിജാതിയരുടെ നാളുകൾ ഇനിയും പൂർത്തിയായിട്ടില്ല. എല്ലാ ജനതകളും കർത്താവിന്റെ സത്യവചനം കേൾക്കണം, വിശുദ്ധീകരിക്കപ്പെടണം, രക്ഷ പ്രാപിക്കണം. ഇത് കർത്താവിന്റെ പദ്ധതിയാണ്. ഇതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മുടെ മണവാളൻ വരാൻ വൈകുന്നത്. രാമേൻ പറഞ്ഞേ. അല്ലാതെ ആ കാര്യം കർത്താവ് മറന്നുപോയിട്ടാണോ? അല്ല, മറന്നുപോയിട്ടല്ല. ഇന്ന് പല നിന്ദകരും പരിഹാസകരും ദൈവദൂഷകരുമായ പലരും ഈ വിശ്വാസ സത്യത്തെ പുച്ഛിക്കുന്നുണ്ട്, അവഹേളിക്കുന്നുണ്ട്. പല പല സെക്റ്റുകളും ഈ വിശ്വാസ സത്യത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്ത് ദൈവവചനത്തിന്റെ സത്യങ്ങളെ വളച്ചൊടിച്ച് പലപ്പോഴും സത്യവിശ്വാസത്തിൽ നിന്ന് അനേകരെ വ്യതിചലിപ്പിക്കുന്നുണ്ട്. രണ്ടും ഒരുപോലെ ദൈവജനമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, ഈ വിശ്വാസ സത്യം ഒട്ടും വിശ്വസിക്കാത്തവരെ. 2, ഇതിനെ വളച്ചൊടിച്ച്, ഈ വിശ്വാസ സത്യം വളച്ചൊടിച്ച് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന്, സഭയുടെ സത്യപ്രബോധനങ്ങളിൽ നിന്ന് ജനത്തെ വഴിതെറ്റിക്കുന്നവരും ഈ കാലഘട്ടത്തിലുണ്ട് സഹോദരങ്ങളെ. രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ജാഗരൂകരാകണം. ദൈവജനമേ, നമ്മൾ ജാഗ്രതയുള്ളവരാകണം. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3ഉം 4ഉം വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ഉച്ചത്തിൽ വായിച്ച് ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയും, അവന്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? എവിടെ കർത്താവിന്റെ 2-ാം വരവ്? അവന്റെ വാഗ്ദാനം എവിടെ? എന്തെന്നാൽ പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നു. അവനെ കുറിച്ചുള്ള ആ പ്രത്യാശ, അവന്റെ ആഗമനത്തെ കുറിച്ചുള്ള
പ്രത്യാശ എവിടെ ചോദിക്കുക. എൻ്റെ സഹോദരങ്ങളെ, മണവാളൻ വരാൻ വൈകിക്കൊണ്ടിരിക്കുന്ന നാളുകളിലാണ്. അവിടെ മണവാളൻ വരാൻ വൈകിയപ്പോൾ ആ കന്യകമാർക്ക് എന്താണ് സംഭവിച്ചത്? 25-ാം അധ്യായം 5-ാം വചനത്തിലോട്ട് വീണ്ടും വന്നു. ഉറക്കം വരികയാ. എല്ലാവരും ഒന്നിച്ച് ഉച്ചത്തിൽ പറഞ്ഞ്, ഇപ്പൊ നമ്മൾ ആരും ഉറക്കം തൂങ്ങിയിരിക്കരുത്, ഉണർവോടെ ശ്രദ്ധയോടെ പറഞ്ഞ് ഉറക്കം വരികയാൽ പറഞ്ഞേ, ഉറക്കം വരികയാൽ. ഒരിക്കൽ കൂടി ഉച്ചത്തിൽ പറഞ്ഞ് ഉറക്കം വരികയാൽ. ഉറക്കം വരികയാൽ. മണവാളൻ വരാൻ വൈകിയപ്പോൾ ഈ 10 കന്യകമാർക്കും ഒരുപോലെ ഉറക്കം വരാൻ തുടങ്ങി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപോലെ ഉറക്കം വരിക. വിവേകശൂന്യർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ വിവേകവതികളായ കന്യകമാര് മാത്രമല്ല, 10 കന്യകമാർക്കും ഉറക്കം വരാൻ തുടങ്ങി. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ഇതൊരു ഉറക്കം തൂങ്ങലിന്റെ സമയമാണ്. നമ്മൾ ഏറ്റവും അധികം ജാഗരൂകരാകേണ്ട സമയം. ഇതൊരു നിർണായക സമയമാണ്. ലോക ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു സമയം. പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേക കൊടുങ്കാറ്റ് ലോക ജനതയിൽ ആഞ്ഞു വീശുന്ന സമയം. ഒരു പുതിയ കൃപയുടെ സമയം, ഒരു പുത്തൻ ബന്ധക്കുസ്സയുടെ സമയം. സഹോദരങ്ങളെ, ഈ സമയത്ത് കർത്താവിനാൽ വിളിക്കപ്പെട്ടവര്, തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടെ ഉണർവോടിരിക്കേണ്ട സമയം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഉറക്കം തൂങ്ങുന്നതിന് പ്രത്യേകത, ഉറക്കം വരികയാൽ. കണ്ടോ, നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ നല്ല ഉറക്കത്തിലേക്ക് പോണേക്കും പാട് നമുക്കിങ്ങനെ ഉറക്കം വരാൻ, നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങാൻ തുടങ്ങും. ഇടയ്ക്കിങ്ങനെ കണ്ണടഞ്ഞ് ഒന്ന് തല ഒന്ന് അപ്പോൾ നമ്മൾ ഞെട്ടി ഉണർന്നു, വീണ്ടും നമ്മൾ ഉണർവോടിരിക്കാൻ നോക്കും. അല്പം കഴിയുമ്പോൾ വീണ്ടും നിദ്രാഭാരം വരുന്നു. കണ്ണുകൾക്ക് ഭയങ്കര ഭാരം, വെയിറ്റ് വരുന്നത് പോലെ. നമ്മൾ എന്തോരം കൺട്രോൾ ചെയ്യാതാലും അറിയാതെ കണ്ണടഞ്ഞു പോവുക. അതാണ് ഉറക്കം വരികയാ. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ചിലപ്പോൾ അലസരായി പോകും, അനാസ്ഥ കാണിക്കും. പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട, ആരാധിക്കാൻ വിളിക്കപ്പെട്ട, സത്യവിശ്വാസം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ട, വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട, ധൈര്യത്തോടെ കർത്താവിനെ സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ട, സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും എളിമപ്പെടുവാനും വിളിക്കപ്പെട്ട നമ്മൾ ഉറക്കം തൂങ്ങികളായി മാറിയാൽ അത് അപകടമാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. ഈ ഉറക്കം തൂങ്ങൽ എന്താ സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിന്റെ വ്യഗ്രതകളാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളാണ്. ജീവിതത്തിന്റെ വ്യഗ്രത നിന്നെ ഉറക്കം തൂങ്ങിയാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ ചില നൊമ്പരങ്ങള്, മുറിപ്പാടുകള് നമ്മുടെ എനർജി നഷ്ടപ്പെടുത്തും. നമ്മൾ അറിയാതെ ഒരു ടയർഡ്നെസ്, ഒരു ക്ഷീണത്തിലേക്ക്, തളർച്ചയിലേക്ക് നമ്മൾ പോകും. നമ്മുടെ കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 33-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, 33 എന്താ പറയുക? ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ. ഒരുമിച്ച് വചനം വായിച്ച്, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ. നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഒരു സെക്കൻഡ് നിങ്ങൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, ശ്രദ്ധയോടെ ഉണർന്നിരിക്കുവാൻ, ഉറക്കം തൂങ്ങികളാകാതെ, അലസരായി മാറാതെ, അനാസ കാണിക്കാതെ, ഉദാസീനരായി, കർത്താവേ, ഞങ്ങൾ നിദ്രാഭാരമുള്ളവരാകാതെ ഉണർവോടെ, കൃപയോടെ, അഭിഷേകത്തോടെ ജീവിക്കാൻ, കുടുംബമായി ജീവിക്കാൻ, സന്യാസ ജീവിതം, സമർപ്പിത ജീവിതം, പൗരോഹിത്യ ജീവിതം, കർത്താവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെല്ലാം ഈ കൃപ സൂക്ഷിക്കുവാൻ അഭിഷേകം ചെയ്യണമേ പ്രാർത്ഥിച്ച് ഇരുകരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന യേശുവേ, വിളിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാഥൻ വരവിൻ ലക്ഷണങ്ങൾ ആ വരികൾ പാടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തീർന്നു പോകാതെ, എണ്ണ വറ്റാതെ നിരന്തരം കർത്താവുമായിട്ട് ബന്ധത്തിൽ വളരുക. പരിശുദ്ധാത്മാവിന്റെ കൃപാവര സമൃദ്ധിയിൽ ജീവിക്കുക. ജീവിതങ്ങളെ കർത്താവ് തൊടുന്ന സമയം, ആത്മീയ മേഖലകളിലുള്ള ചില കെട്ടുപാടുകൾ അഴിച്ചു കളയുന്ന സമയം. ദൈവകൃപയെ തടസ്സപ്പെടുത്തുന്ന എല്ലാവിധ തിന്മകളും ചിതറിപ്പോകട്ടെ. ജീവിത വ്യഗ്രതയുടെ കെട്ടുപാടുകൾ അഴിയട്ടെ.
പൈശാചിക മുറിപ്പാടുകളിലേക്ക് കർത്താവിൽ നിന്ന് സൗഖ്യമൊഴുകട്ടെ. ഇരിക്കുന്ന പല കുടുംബങ്ങളെ ഞാൻ കാണുന്നു. കർത്താവേ, ആ കുടുംബങ്ങളിലേക്ക് അങ്ങ് വരണമേ. നിങ്ങളുടെ മഹത്വം ഇറങ്ങി വരട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ കുടുംബവും കർത്താവിന്റെ വചനത്താൽ നവീകരിക്കപ്പെടട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. പൈശാചികതകൾ പൊട്ടട്ടെ. ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറി പോകട്ടെ. In the name of Jesus. സ്തുതിക്കുന്ന കർത്താവേ, in the name of Jesus. ആമേൻ, ആമേൻ. ചേർന്ന് പാടുന്നു. എന്നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എന്നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എണ്ണ നിറച്ചീരം കാത്തുകാത്തിരുന്നീരം എൻ പ്രിയൻ വരവിനായി. എണ്ണ നിറച്ചീടം കാത്തുകാത്തിരുന്നീടം എൻ പ്രിയൻ വരവിനായി. കാത്തുകാത്തിരുന്നീടം എൻ പ്രിയൻ വരവിനായി. കാത്തുകാത്തിരുന്നീടം എൻ പ്രിയൻ വരവിനായി. എണ്ണ നിറച്ചീടം കാത്തുകാത്തിരുന്നീടം എൻ പ്രിയൻ വരവിനായി. എൻ പ്രിയൻ വരവിനായി. എൻ പ്രിയൻ വരവിനായി. എൻ പ്രിയൻ വരവിനായി. തലമുറകളെ സുഖപ്പെടുത്തണമേ. ശക്തി ഉറക്കം വരികയാ. മൂന്നാമത് വചനത്തിൽ എന്താ പറയുന്നത്? കന്യകമാർ കിടന്നുറങ്ങിക്കൊണ്ടു. കന്യകമാർ ആദ്യം ഉറക്കം വരുന്നുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അവർ കിടന്നുറങ്ങുകയാണ്. ഡീപ് സ്ലീപ്പ്, കിടന്നുറങ്ങുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴൊക്കെ നമ്മൾ ഈ ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ടോ, ആത്മീയ മയക്കം, ആത്മീയ ഉറക്കം, അത് നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകും. നമ്മുടെ സമർപ്പണത്തെ, നമ്മിലുള്ള ദൈവസ്നേഹത്തെ, വിശുദ്ധിയെ, വിശ്വാസത്തെ പിശാച് അപഹരിക്കുന്ന സമയമാണ്. ആ ബലിപീഠത്തിനരികെ അബ്രഹാം അവൻ ഉറങ്ങിയ സമയത്ത് ആ യാഗപീഠത്തിലെ യാഗവസ്തുക്കൾ കൊത്തിപ്പറിക്കുവാൻ റാഞ്ചി കഴുകന്മാർ ആ ബലിപീഠത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഇതുപോലെ നമ്മുടെ സമർപ്പണത്തെ കൊത്തിപ്പറിക്കുവാൻ, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പവിത്രത ഇല്ലാതാക്കാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട വിശുദ്ധിയുടെ ആത്മാവിനെ അപഹരിക്കുവാൻ, ദൈവവചനത്തിന്റെ സത്യങ്ങളെ വിട്ടുകളയാൻ ഈ റാഞ്ചി കഴുകന്മാരെ പോലെ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയം അവർ കിടന്നുറങ്ങി. നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, തെസ്സലോനിയ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വചനം 5:6 വിശുദ്ധ വചനം പറയുന്നു, അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഉറങ്ങിക്കഴിയാതെ നമുക്ക് സുബോധമുള്ളവരായിരിക്കാം. അനേകർ ഉറക്കത്തിലാണ്. മണവാളൻ വരുന്ന സമയത്തും പലരും അവരുടെ ഉറക്കം മാറില്ല. ഈ കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ദൈവം തരുന്ന മുന്നറിയിപ്പുകൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇന്ന് അനേകർ ആത്മീയ ഉറക്കത്തിലാണ്, മയക്കത്തിലാണ്. ആനുകാലിക സംഭവങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം തരുന്ന വെളിപാടുകൾ സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഇന്ന് ഒത്തിരിയേറെ ജീവിതങ്ങൾ ആത്മീയമായ ഉറക്കത്തിലാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മ പറയാണ്, നീ സുബോധമുള്ളവനാണ്. മറ്റുള്ളവർ ഉറങ്ങിക്കഴിയുന്നത് പോലെ നീ ഉറങ്ങി നിന്റെ ആത്മരക്ഷ നഷ്ടപ്പെടുത്തരുത്.
സുബോധത്തോടെ ഉണർവുള്ളവരാകുക. പക്ഷെ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് ഇത് ലേഖനം റോമൻസ് 13-ാം അധ്യായം 11-ാമത്തെ വചനം, റോമർ 13:11. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂർ. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, നിദ്ര വിട്ടുണരേണ്ട മണിക്കൂർ. പറഞ്ഞേ, നിദ്ര വിട്ടുണരേണ്ട മണിക്കൂർ. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണ് സഹോദരങ്ങളെ. ഇത് ഉറങ്ങിക്കഴിയേണ്ട സമയമല്ല. നമ്മൾ ഉറക്കം തൂങ്ങികളായിരിക്കേണ്ട സമയമല്ല. അലസരായി ജീവിക്കേണ്ട സമയമല്ല. നമ്മൾ ആത്മീയ കാര്യങ്ങളോട് അനാസ്ഥ കാണിക്കേണ്ട സമയമല്ല. മന്നോഷത ബാധിച്ച് ഉദാസീനരായി ജീവിക്കേണ്ട സമയമല്ല. ഉണർവുള്ളവരായി ജാഗ്രതയോടെ നമ്മൾ ജീവിക്കേണ്ട സമയം. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഒഴുകട്ടെ. അല്ലെങ്കിൽ മണവാളൻ വരുമ്പോൾ നമ്മൾ ഉറങ്ങുന്നതായി കണ്ടാൽ എന്റെ സഹോദരങ്ങളെ, അത് വലിയ അപകടമാണെന്ന് വചനം പഠിപ്പിക്കുക. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. എന്തുമാത്രം അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് പരിശുദ്ധ കുദാശകൾ വഴി, പരിശുദ്ധ വചനം വഴി, പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ കൃപകൾ വഴി ഉണർവോടെ കത്തിജ്വലിക്കുന്ന ആത്മാക്കളായി, തീയുള്ള ആത്മാക്കളായി, തീയുള്ള ജീവിതങ്ങളായി ജീവിക്കാൻ ഒത്തിരിയേറെ അവസരങ്ങള് നമ്മുടെ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. നഷ്ടപ്പെടുത്തി കളയരുത്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 6-ാമത്തെ വചനം വായിക്കും. 25:6. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. എപ്പോഴാ മണവാളൻ വന്നത്? അർദ്ധരാത്രി. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ വീണ്ടും വരുമ്പോൾ, മഹത്വത്തോട് ഞാൻ വീണ്ടും വരുമ്പോൾ. സഹോദരങ്ങളെ, പലരും ഇതുപോലെ ഉറങ്ങിക്കഴിയുകയായിരിക്കും. സമാധാനവും ഭദ്രതയും എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദിവസം ഒരു കെണി പോലെ അവരുടെ മേൽ നിപതിക്കും. കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്. പലർക്കതിൽ വിശ്വാസമില്ല. പലരും അതിനായി ഒരുങ്ങുന്നില്ല. അനേകർ ഒരുക്കുന്നില്ല. കുടുംബങ്ങളെ ഒരുക്കുന്നില്ല. മക്കളെ, തലമുറകളെ ഒരുക്കുന്നില്ല. കർത്താവ് എന്ന് വരും എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഈ തലമുറയിൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുക്കമുള്ളവരാണ്. അതോ ഈ കന്യകാമാരെ പോലെ നമ്മൾ കിടന്നുറങ്ങുന്നവരായി മാറുമോ? നമ്മൾ ഉറക്കം തൂങ്ങികളായി നമ്മുടെ കർത്താവ് നമ്മളെ കണ്ടാൽ നമ്മളെ കാണുമോ എന്നുള്ളത് നമ്മൾ നമ്മോട് ചോദിക്കണം സഹോദരൻ. അർദ്ധരാത്രിയിൽ, നട്ടുച്ചയ്ക്കല്ല, അർദ്ധരാത്രിയിൽ, അത് ലോകം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ പരിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ കർത്താവ് മഹത്വത്തോടെ ആഗതനാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. സഹോദര സഹോദരി, നമ്മൾ ഉറങ്ങിക്കഴിയുന്നവരാണോ? ഈ നിത്യസത്യങ്ങൾ തിരിച്ചറിയാത്ത വിധം നമ്മുടെ ഹൃദയം മന്ദീഭവിച്ചു പോയോ? ആത്മീയ അന്ധത ബാധിച്ചവരാണോ നമ്മൾ? പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമ്മോട് ചോദിക്കുക സഹോദരൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്ന് ആർപ്പുവിളി ഉണ്ടായിക്കൊണ്ടോ? മണവാളനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളി, ഭയങ്കരമായ ഉച്ചത്തിൽ, ഭയങ്കര ഘോഷമാണ് ആർപ്പുവിളി. ഷൗട്ട് ചെയ്യുന്ന സ്വരത്തിൽ ഭയങ്കര ആർപ്പുവിളി ഉണ്ടായി. കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമ്മുടെ കർത്താവ് വീണ്ടും വാനമേഘങ്ങളിൽ രാജാതിരാജാവായി അവൻ എഴുന്നള്ളുമ്പോൾ എന്ത് സംഭവിക്കും? പൗലോസ്ലിഹ സഭയെ പഠിപ്പിക്കുന്നു, ഇത് കെട്ടുകഥകളല്ല, ഇത് മിഥ്യാധാരണകളല്ല, ഈ നിത്യസത്യങ്ങൾ വളച്ചൊടിച്ച് അനേകം ജീവിതങ്ങളെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ളതല്ല, ഇത് സംശയിക്കാനുള്ളതല്ല. ഇത് കർത്താവിന്റെ ജീവനുള്ള വചനമാണ്, ഇത് സത്യത്തിന്റെ വചനമാണ്, ഇത് പരിശുദ്ധമായ വചനമാണ്. സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിക്കണം, പൂർണ്ണമായി സംശയിക്കാതെ ഈ തിരുവചന സത്യങ്ങളിൽ വിശ്വസിക്കണം. പൗലോസ്ലിഹ പഠിപ്പിക്കുന്നു 1 തെസ്സലോനി 4:16. പൗലോസ്ലിഹ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം
4-ാം അധ്യായം 16-ാമത്തെ വചനം. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദമുയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാഹളധ്വനി അത് ലോകം മുഴുവനെയും പ്രകമ്പനം കൊള്ളിക്കും. സകല മനുഷ്യരും ഉണരും. വെളിപാട് പുസ്തകത്തിൽ കാണുന്ന ഈ കാഹളധ്വനി മുഴങ്ങുമ്പോൾ, പ്രധാന ദൂതൻ വിശുദ്ധ മിഖായേലിന്റെ ശബ്ദമുയരുമ്പോൾ, സമുദ്രം തന്നിലുള്ളവരെ വിട്ടുകൊടുക്കും. അത് വെള്ളത്തിൽ വീണ് മരിച്ചവരെ, സമുദ്രത്തിൽ വീണ് മരിച്ചവരെ. എന്റെ സഹോദരങ്ങളെ, അതാണ് മരിച്ചവരിൽ നിന്നുള്ള ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്ന പറയുന്നത്. ഈ കാഹളധ്വനിയുടെ സകലരും ഇത് കേൾക്കും, സകലരും ഇത് കേൾക്കും. നമ്മൾ സംശയിക്കേണ്ട സഹോദരങ്ങളെ, അത്ര ശക്തമായിരിക്കും ആ കാഹളധ്വനി. എല്ലാവരും കേൾക്കും. സമുദ്രം തന്നിലുള്ളവരെ വിട്ടുകൊടുക്കും, കര വിട്ടുകൊടുക്കും, ലാൻഡ് വിട്ടുകൊടുക്കും. എല്ലാവരും, മരിച്ചവരും ജീവിക്കുന്നവരുമായ സകലരും ഈ ശബ്ദം കേൾക്കും. അതാ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ മരണമടഞ്ഞവർ കടാത്യമുയർത്തും. അവരൊക്കെ ഈ ധ്വനി കേൾക്കും, ഈ ശബ്ദം കേൾക്കും. ഇടിമുഴക്കത്തിന്റെ സ്വരം പോലെയൊന്നല്ല, അതിനേക്കാള് ശക്തമായ ഗംഭീരനാദം, ഗംഭീരമായ ശബ്ദം. സകലരത് കേൾക്കും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞ ആമേൻ. ഇനി 7-ാമത്തെ വചനം വായിച്ച് വിശുദ്ധ സുവിശേഷം 25:7 ഉണർവോടെ വായിച്ച്, ഉച്ചത്തിൽ വായിച്ച്. എന്താ പരിശുദ്ധാത്മ പറയും? ആ കന്യകമാരെല്ലാം അവരൊക്കെ ഉണർന്നു, അവരൊക്കെ വിളക്കിൽ തെളിച്ചു. 8-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ് 25:8. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ എണ്ണ ഞങ്ങൾക്ക് തരിക, കുറച്ച് എണ്ണ തരിക. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. അവരെല്ലാം വിളക്ക് തെളിച്ചു. എന്നാൽ അല്പം കഴിയും മണവാളൻ എതിരേൽക്കാതെ, മണവാളൻ വരുന്ന അല്പവിളിയിൽ കേട്ടു. മണവാളൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെതിരേൽക്കാൻ നിൽക്കുന്ന സമയത്ത് വിവേകശൂന്യരായ കന്യകമാരുടെ ആ വിളക്കുകൾ അണഞ്ഞു പോകാൻ തുടങ്ങി. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ദിവസം കൊണ്ട് ആരും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്നില്ല. ഒരു അർദ്ധരാത്രി കൊണ്ടോ, ഒരു പകൽ കൊണ്ടോ, ഒരു ദിവസം കൊണ്ടോ, ഒരു ആഴ്ച കൊണ്ടോ നമ്മൾ ആരും കർത്താവുമായി ഒരു വിട്ടുപിരിയാത്ത ബന്ധത്തിൽ വളർച്ച പ്രാപിക്കുന്നില്ല. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ജാഗ്രതയോടെ, ശ്രദ്ധാപൂർവം കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിൽ ജാഗരൂകരാകണം. ഈ വിവേകവതികളായ കന്യകമാർക്ക്, വൈസ് വെർജിൻസിനെ, അവർക്ക് ഈ നിരന്തരമായ ബന്ധമുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും അവരുടെ വിളക്കുകൾ തെളിച്ചു. അവരതൊക്കെ പ്രിപ്പയർ ചെയ്തു, റെഡിയാക്കി. ആ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ആ തിരി കണ്ടിട്ട് ആ തിരിയൊക്കെ റെഡിയാക്കി. അവരെല്ലാം റെഡിയാക്കുകയാണ്. ആ പ്രിപ്പറേഷൻ അവർക്കുണ്ടായിരുന്നു. ആ വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കുക. എന്താ അർത്ഥം? അവർക്ക് നിരന്തരമായൊരു ബന്ധം മണവാളനോടുണ്ടായിരുന്നു. അവർ ഉറങ്ങുന്ന സമയത്തും ആ ബന്ധത്തിലാണ്, ആ മണവാളനുമായിട്ടുള്ള സമാധാനത്തിൽ, അവന്റെ സ്വസ്ഥതയിലാണ് ഈ വിവേകവതികളായ കന്യകമാരെ അവർ റെസ്റ്റ് ചെയ്തു. അല്ലാതെ ലോകത്തിന്റെ മോഹങ്ങളിലല്ല, ലൗകികമായ ജഡികതകളിലല്ല, ഈ ലോകത്തിന്റെ ഭോഗേച്ഛകളിലല്ല, ഈ ലോകത്തിന്റെ വെറിക്കൂത്തുകളിലല്ല. വിവേകശൂന്യരായ കന്യകമാരെ അവർ ലോകത്തിന്റെ അല്പസ്വല്പമായ ഭൗതിക സുഖങ്ങളിലാണ് അവർ മയങ്ങിയത്, അവർ ഉറങ്ങിയത്. അതുപോലെ കുറച്ചു നേരമൊക്കെ വിളക്ക് കത്തി, വിളക്ക് കെടാൻ തുടങ്ങി. കുറച്ച് എണ്ണ തരാൻ പറഞ്ഞു. ഇതിനർത്ഥം എന്താണെന്നറിയോ? ഇവിടെ ചാരിറ്റി. സഹോദരങ്ങളെ, കർത്താവിന്റെ വീണ്ടും വരവിൽ നമ്മൾ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ ജാഗരൂകരാണ്. നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രത്യേകത. ഇത് ഷെയർ ചെയ്യാൻ പറ്റില്ല. വിവേകവതികളായ 5 കന്യകമാർക്ക് അവർക്കുള്ളതേ അവരുടെ കയ്യിലുള്ളൂ. ആ എണ്ണ അല്പം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വിളക്കും കെട്ടുപോകും. എന്ന് പറഞ്ഞാൽ നീ വിശുദ്ധിയിൽ ജീവിച്ചാൽ ആ വിശുദ്ധിയുടെ പ്രതിഫലം കർത്താവ് നിനക്ക് തന്നെയാ തരുന്നത്. ഇതൊരു അപ്പനെ പരിപാടിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചാൽ, ഞാൻ ദൈവവചനത്തിൽ ജീവിച്ചാൽ, ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് ജീവിച്ചാൽ അതിന്റെ പുണ്യവും നന്മയും പ്രതിഫലവും
എനിക്ക് തന്നെയാണ്. അതെനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, ഷെക്കേനെ മിനിസ്ട്രിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ കൂടെയുള്ളവർക്ക് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അവിടെ ചാരിറ്റി ഇല്ല. അതാണ് നമ്മൾ ഓരോരുത്തരും സ്വന്തം പ്രവർത്തികൾക്കനുസൃതമായി പ്രതിഫലം വാങ്ങേണ്ടി വരും. സ്വന്തം പ്രവർത്തികൾക്ക് അനുസൃതമായി. എൻ്റെ അപ്പൻ ചെയ്തു, എൻ്റെ അമ്മ വിശുദ്ധിയിൽ ജീവിച്ചു, എൻ്റെ അമ്മ കൃപയോടെ ജീവിച്ചു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ആ രണ്ടാം വരവിൽ അവൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ നീ ജീവിച്ചു, നീ വിശുദ്ധിയിൽ ജീവിച്ചു, നീ കർത്താവിനോട് ചേർന്ന് ജീവിച്ചു, നീ വചനമനുസരിച്ച് ജീവിച്ചു. ആ ജീവിതത്തിന് മാത്രമാണ് ആ മണവറയിൽ പ്രവേശിക്കാൻ പറ്റൂ. അവിടെ ഷെയറിംഗ് ഇല്ല സഹോദരങ്ങളെ. എന്റെ വിശുദ്ധി അല്പം നിനക്ക് തരാന്ന് പറഞ്ഞ് ആ വിശുദ്ധി ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എണ്ണ പകർന്നു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പാടിയത് എണ്ണ കരുതിയിടാ കാത്തുകാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എണ്ണ നിറച്ചിടാം എന്ന് പറഞ്ഞ് എണ്ണ നിറച്ചിടാം. ആ സമയത്ത് എണ്ണ നിറയ്ക്കാൻ പോയാൽ അപകടമാണ്. ആ എണ്ണ നിന്റെ കൈ, അത് നിന്റെ സൽപ്രവർത്തികളാ, നിന്റെ കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ഈശോയുമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള ആ വിട്ടുപിരിയാത്ത ബന്ധത്തിന്റെ സൽഫലങ്ങളാണ് ഈ എണ്ണ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണ സഹോദരങ്ങളെ. ഇവിടെ നമ്മൾ കണ്ടു, അവര് പറഞ്ഞു ഷെയർ ചെയ്യാൻ പറ്റില്ല. ഉടനെ എന്താ ഉണ്ടായി? 9-ാമത്തെ വചനം പറയാ, അവര് ഈ എണ്ണ വാങ്ങാൻ പോവാണ്. വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. 10-ാമത്തെ വചനം വായിച്ച് 25-10 വായിച്ച് പെട്ടെന്ന് വായിച്ച്, അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. അവർ വാങ്ങാൻ പോയപ്പോൾ ആര് വന്നു? മണവാളൻ വന്നു. എന്റെ സഹോദരങ്ങളെ, 2-3 കാര്യങ്ങൾ പറയാണ്. രണ്ടാമത്, അവർ അവനോടൊത്ത് കണ്ടു ഒരുങ്ങിയിരുന്നവർ. പറഞ്ഞേ, ഒരുങ്ങിയിരുന്നവർ. ആരാണ് വിവാഹ വിരുന്നിനകത്ത് പ്രവേശിച്ചത്? ഒരുങ്ങിയിരുന്നവർ. പറഞ്ഞേ, ഒരുങ്ങിയിരുന്നവർ. എണ്ണയില്ലാത്തവരും ഉറങ്ങിപ്പോയവരും, ഇങ്ങനെ തൂങ്ങി അലസരും അനാസയും അശ്രദ്ധയുമുള്ള ആരും അകത്ത് പ്രവേശിച്ചില്ല. ഒരുങ്ങിയിരുന്നവർ, ഒരുക്കമുള്ളവർ. പറഞ്ഞേ, ഒരുക്കമുള്ളവർ. പറഞ്ഞേ, ഒരുക്കമുള്ളവർ. നമ്മൾ ജാഗരൂകരാകണം സഹോദരങ്ങളെ. ജാഗ്രത കാണിക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, ഏകാവസ്ഥ ജീവിതത്തിൽ ജാഗ്രതയോടെ ജീവിക്കണം, ജാഗരൂകരാകണം. നിശ്ചയമായും നമ്മൾ ജാഗരൂകരാകണം. ഒരുങ്ങിയിരുന്നവരെ മണവാളൻ വന്നു. വരാൻ വൈകിയത് കൊണ്ട് വരാതിരുന്നോ? ഇല്ല, മണവാളൻ വന്നു. ഉച്ചത്തിൽ പറഞ്ഞ മണവാളൻ വന്നു. നമ്മുടെ കർത്താവ് വീണ്ടും വരും. പറഞ്ഞേ, നമ്മുടെ കർത്താവ് വീണ്ടും വരും. എത്ര പേര് കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിൽ, രണ്ടാം വരവിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ കർത്താവ് വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യെസ്, ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ്. യോഹന്നാൻ 14:3 ഈശോ പറഞ്ഞു, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ കർത്താവ് വരിക തന്നെ ചെയ്യും. ഒരുങ്ങിയിരുന്നവർ അകത്ത് പ്രവേശിച്ച് വിവാഹ വിരുന്ന് ആസ്വദിച്ചു. ഒരുങ്ങിയിരുന്നവരാണ്. എബ്രായ പുസ്തകം 9:28 പറയുന്നുണ്ട്, ആകാംക്ഷപൂർവം തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് വീണ്ടും വരും. ഈ ആകാംക്ഷ നീ നഷ്ടപ്പെടുത്തി കളയരുത്. ഈ പ്രത്യാശ നീ നഷ്ടപ്പെടുത്തരുത്. ജീവിതത്തിന്റെ വ്യഗ്രത കൊണ്ട്, ഈ ലോകത്തിന്റെ പലവിധത്തിലുള്ള ഞെരുക്കങ്ങള്, ഭോഗേച്ഛകള്, സുഖലോലുപതകൾ കൊണ്ട് ഈ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത് സഹോദരങ്ങളെ. ആകാംക്ഷപൂർവം പ്രത്യാശയോടെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, അവരെ രക്ഷിക്കുവാൻ, അവരെ വീണ്ടെടുക്കുവാൻ കർത്താവ് വരികയാണ്. ഒരുങ്ങിയിരുന്നവരുടെ അരികിലേക്ക് കർത്താവ് വന്നത്. അവർക്ക് മാത്രമാണ് കർത്താവിനെ സ്വീകരിക്കാനും അവനോടുകൂടെ നിത്യത ചെലവഴിക്കാനും സാധിക്കുകയുള്ളൂ. അതിൽ ജാഗ്രതയുള്ളവരാവണം നമ്മൾ. ശ്രദ്ധയില്ലാത്തവരാകരുത്, ഒരുക്കമുള്ളവരാകണം. മത്തായിയുടെ സുവിശേഷം 24:31 നിങ്ങൾ ഉച്ചത്തിൽ വായിക്കണം.
മത്തായി 24:31 എന്താ പറയുന്നത്? വലിയ കാഹളധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടൂ. ആമേൻ. ആമേൻ. അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ, അവനായി ആകാംക്ഷയോടെ ഒരുങ്ങിക്കൊണ്ട് ജീവിച്ചവർ, ഒരുക്കത്തോടെ ജീവിച്ചവർ, ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിച്ചവർ, കർത്താവിനോട് ചേർന്ന് ജീവിച്ച, അവന്റെ വചനം ജീവിച്ച, അവന്റെ വിശുദ്ധിയിൽ ജീവിച്ച തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അവർ ഒരുമിച്ച് എന്തിനു വേണ്ടി? അവനോടൊപ്പം വിവാഹ വിരുന്നിൽ പങ്കെടുക്കുക, വിവാഹ വിരുന്നിൽ പങ്കെടുക്കുക. ഒരുക്കമുള്ളവരെ. ആ വചനത്തിന് അവസാന ഭാഗം വായിച്ച് 25:10 അവസാന ഭാഗത്തോട്ട് വന്ന് മത്തായി 25:10 അവസാന ഭാഗത്തോട്ട് നമുക്ക് വരാം. എന്താ വചനം പഠിപ്പിക്കുന്നത് കേട്ടോ? വിവാഹ വിരുന്നിനെ അകത്ത് വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. അകത്ത് പ്രവേശിച്ചു. ഈ 5 കന്യകമാരെ മണവാളനോട് കൂടെ അകത്ത് പ്രവേശിച്ചു. വാതിലടച്ചു. എല്ലാവർക്കും അകത്ത് കടക്കാൻ പറ്റില്ല. ഒരുക്കമില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും അകത്ത് കടക്കാൻ പറ്റില്ല. കർത്താവിനോട് കൂടെ നിന്റെ നിത്യത ചെലവഴിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം കർത്താവിനോട് ചേർന്നായിരിക്കണം. കർത്താവിനോട് ചേർന്നായിരിക്കണം. വെളിപാട് പുസ്തകം 22:14-15 വചനങ്ങൾ, വെളിപാട് 22:14-15 ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. ഉറക്കെ പറഞ്ഞേ, സകലരും പുറത്ത്. സകലരും പുറത്ത്. ഉച്ചത്തിൽ പറഞ്ഞ സകലരും പുറത്ത്. സകലരും പുറത്ത്. ആർക്കാണ് അകത്ത് പ്രവേശിക്കാൻ കഴിയുന്നത്? ഒരുങ്ങിയിരിക്കുന്നവർക്ക്, ഒരുക്കമുള്ളവർക്ക്. ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ തങ്ങളുടെ ജീവിതം കർത്താവിനോട് ചേർന്ന് ജീവിച്ചവർക്ക്, അവന്റെ വചനത്തെ മുറുകെ പിടിച്ച് ജീവിച്ചവർക്ക്, അവനായി ജീവിതം സമർപ്പിച്ചവർക്ക്, വിശ്വാസത്തിന്റെ സാക്ഷ്യമുള്ളവർക്ക് അവർക്കകത്ത് പ്രവേശിക്കാം. അല്ലാത്ത സകലരും പുറത്ത്. അല്ലാത്ത സകലരും പുറത്ത്. മണവാളനോട് കൂടെ അകത്ത് പ്രവേശിച്ച് വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. ഒരു വചനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 7:16, ഉൽപ്പത്തി 7:16 എന്താ വചനം പറയുന്നത്? സകല ജീവജാലങ്ങളും നോഹയുടെ ദൈവം കൽപ്പിച്ചിരുന്നത് പോലെ ആണും പെണ്ണുമായാണ് അകത്ത് കടന്നത്. കർത്താവ് നോഹയെ പെട്ടകത്തിൽ അടച്ചു. കർത്താവ് ഡോർ അടച്ചു. കർത്താവ് അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റില്ല. കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. കർത്താവ് തന്നെ നോഹയെ പെട്ടകത്തിൽ അടച്ചു. അർഹതയില്ലാത്ത സകലരും പുറത്ത്. അനേകർ, ഞാൻ ഫിലിം നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ പെട്ടകത്തിൽ നിന്ന് മുട്ടുന്നുണ്ട്, തട്ടുന്നുണ്ട്, തുറക്ക് നിലവിളിക്കുന്നുണ്ട്, ഞങ്ങൾ രക്ഷിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ആ വാതില് തുറക്കാൻ പറ്റില്ല. കാരണം താക്കോല് കർത്താവിന്റെ കയ്യിലായിരുന്നു. ആമേൻ. താക്കോല് നോഹയുടെ കയ്യിലല്ല, താക്കോല് കർത്താവിന്റെ കയ്യിൽ. പെട്ടകത്തിൽ അടച്ച് കർത്താവ് അത് പൂട്ടി. താക്കോല് കർത്താവിന്റെ പോക്കറ്റിലുണ്ട്. ദൈവത്തിന്റെ നീതി നമ്മൾ മറക്കരുത്. അവ നീതിയുടെ ദൈവം കൂടിയ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കർത്താവിലാകണം. അവനോട് ചേർന്നായിരിക്കണം. അവന്റെ വചനത്തിലായിരിക്കണം. അവന്റെ ആത്മാവിലായിരിക്കണം. അതാണ് ഒരുക്കമുള്ളവരെ. അവർക്ക് മാത്രമേ അകത്ത് പ്രവേശിക്കാൻ പറ്റൂ. അല്ലാത്തവർ പുറത്താണ്. ഇത് കർത്താവ് പഠിപ്പിച്ചത്. ഇത് കർത്താവിന്റെ സത്യവചനമാണ്. നമുക്ക് ആർക്കും മാറ്റാൻ പറ്റില്ല. ഇത് കർത്താവിന്റെ പ്രബോധനമാണ്. ആ കന്യകമാര് വന്ന് നിലവിളിച്ചു, മണവാള തുറന്നു തരണേ. 11-12 വചനങ്ങൾ പെട്ടെന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 25:11-12 വചനങ്ങൾ. എന്താ വചനം പറയുന്നത്? അവർ വന്ന് വിളിച്ചു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് അപേക്ഷിച്ചു. 12-ാം വചനത്തിൽ പറയാം, അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് ഏറ്റവും വലിയ ട്രാജഡി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ അവന്റെ നാമത്തിൽ പ്രവചിച്ച്, അവന്റെ നാമത്തിൽ പാട്ടുപാടിയ, അവനെ ആരാധിച്ച, അവന്റെ നാമത്തിൽ പ്രസംഗിച്ച നമ്മോട് കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ അറിയുകയില്ല. ഈ വിവേകശൂന്യരായ കന്യകാമാര്, അവർ കന്യകാത്തുള്ളവരാണ്, ശുദ്ധിയുള്ളവരാണ്,
വിവാഹവസ്ത്രം ധരിച്ചവരാണ്, മണവാളൻ എതിരേൽക്കാൻ കാത്തിരുന്നവരാണ്. അവരോടാ പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ജീവിതം കർത്താവിലായിരിക്കണം, ജീവിതം ക്രിസ്തുവിലായിരിക്കണം, ജീവിതം കർത്താവിന്റെ വചനത്തിലായിരിക്കണം, ജീവിതം പരിശുദ്ധാത്മാവിലായിരിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു ജീവിതം. ഈ ഉപമ പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു 25:13 ശ്രദ്ധിച്ചു വായിച്ച്, അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. പറഞ്ഞേ, അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്തരുത്. കർത്താവിനോട് ചേർന്ന് ജീവിക്കാനുള്ള അവസരം, ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവാനുള്ള അവസരം, എപ്പോഴും ഉണർവോടെ, കൃപയുടെ ആത്മാവിൽ ഉണർവോടെ, തീഷ്ണതയോടെ കത്തുന്ന ആത്മാക്കളായി, തീയുള്ള ആത്മാക്കളായി ജീവിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധ കുർബാനയ്ക്ക്, പരിശുദ്ധ വചനത്തിന്, പരിശുദ്ധ കുദാശകൾ, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഒത്തിരി അവസരം തരുന്നുണ്ട്. ഇതാണ് നമ്മളെ ജ്വലിപ്പിക്കുന്നത്, നമ്മൾ തീഷ്ണതയുള്ളവരാക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ 10 കന്യകമാരുടെ ഉപമ പഠിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു നൊമ്പരമുണ്ടായി. നമ്മൾ എന്തുമാത്രം ശ്രദ്ധയോടെ ജീവിക്കണം, ജാഗ്രതയോടെ ജീവിക്കണം. അലക്ഷ്യമായി, അനാസ്ഥ കാണിച്ച് അലസരായി ജീവിച്ചാൽ ചിലപ്പോൾ നമുക്ക് പുറത്ത് നിൽക്കേണ്ടി വരും. അത് ഈ പ്രസംഗിക്കുന്നത് പോലെ, കേൾക്കുന്നത് പോലെ അത്ര സുഖമുള്ളൊരു കാര്യമല്ല, എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒത്തിരി നമ്മൾ നഷ്ടം സഹിക്കേണ്ടി വരും. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി ഒരുക്കമുള്ളവരാകാം. കർത്താവ് നമുക്കായി നൽകുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിൽ ജാഗരൂകരാകാം. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ എന്നുള്ള കർത്താവിൻ്റെ അശ്രേഷ്ഠമായ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമുക്ക് അവിടുത്തോട് ചേർന്ന് ജീവിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരാകാം. നിങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിരന്തരം കർത്താവിൻ്റെ വചനത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ.